ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മുതിരേൻ്റെ തോരനാണ്. മുതിര എല്ലാവരും കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ. അപ്പോൾ ഇത് തോരൻ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കടന്നാലോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മുതിര ഇങ്ങനെ നല്ലോണം വറുത്തെടുക്കുകയാണ്. നല്ല ഒരു ജസ്റ്റ് ഒന്ന് ചൂടാവുന്നത് വരെ, ഒരു സ്മെല്ല് വരുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇതുപോലെ കല്ലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ കല്ലുണ്ടോയെന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെയൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ കല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മുതിര നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മുതിരേൻ്റെ മേലെ തന്നെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം വെന്തില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതാണ് വറവിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, കടുക്, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വറവിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് മുതിര ഒന്ന് വെന്തോന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കുക്കറിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം തുറക്കുക. അപ്പോൾ നമ്മുടെ മുതിരേൻ്റെ വെള്ളം എല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട്, പക്ഷെ നല്ലോണം അങ്ങോട്ട് വെന്തിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. കണ്ടില്ലേ, പകുതി വേവായിട്ടുള്ളൂ. അപ്പോൾ ഇത്തിരിയും കൂടി ചൂടുവെള്ളമാണ് ഇനി ഒഴിക്കുന്നത്. അപ്പോൾ ഒഴിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ മുതിരയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നല്ലോണം ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം വറവിന് നമ്മൾ വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാ സാധനവും ചേർക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പകുതി മൂപ്പാകുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം അടി പിടിക്കാതെ കരിയാതെ ഒക്കെ ശ്രദ്ധിക്കണേ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഉള്ളി പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക.
അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് 2 സാധനം കൂടി ചേർക്കാനുണ്ട്. ഇത് 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടി കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ മുതിരയിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് സെറ്റായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.